ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് ലിസണിങ്ങിൻ്റെ മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന ഒരു 10 വേർഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. ലിസണിങ് 10 വേർഡ്സ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് വേർഡ് കലാമിൻ ലോഷനാണ്. കലാമിൻ ലോഷൻ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. ഇത് അപ്ലൈ ചെയ്യുന്ന ലോഷൻസിനെ കുറിച്ച്, മോയ്സ്ചറൈസർ ഇതൊക്കെ പറയുമ്പോഴാണ് ഈ കലാമിൻ ലോഷൻ എന്നുള്ള വാക്ക് നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുക ലിസണിങ്ങിൽ. എന്ത് തന്നെയായാലും കലാമിൻ ലോഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു വാക്കാണ് കലാമിൻ ലോഷൻ. സ്പെല്ലിംഗ് ഞാൻ പറയാം. CALAMIN കലാമിൻ, ലോഷൻ LOSION കലാമിൻ ലോഷൻ. ബുക്ക് വേണം കേട്ടോ. ബുക്കിൽ ഈ പറയുന്ന വാക്കുകളെല്ലാം എഴുതി വയ്ക്കണം. ഓരോ ഡേറ്റ് ഇട്ട് എഴുതി വയ്ക്കണം. സെക്കൻഡ് വേർഡ് പെർഫ്യൂംസ്. പെർഫ്യൂംസ് വളരെ സിമ്പിളായിട്ടുള്ള വേർഡാണ്, പക്ഷേ സ്പെല്ലിങ് എറർ ആവുന്നത് കൊണ്ടാണ് നമ്മുടെ മാർക്ക് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, അവർ സ്പീഡിൽ പറയുമ്പോൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കാതെ പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ വാക്ക് ഓൾറെഡി ഫെമിലിയർ ആക്കി വെച്ചാൽ നമ്മൾക്ക് ഈസി ആയിട്ട് കിട്ടും. പെർഫ്യൂംസ് സ്പെല്ലിംഗ് PERFUMES പെർഫ്യൂംസ്. തേർഡ് വേർഡ് പിങ്ക് ഐ. പിങ്ക് ഐ PINKEYE പിങ്ക് ഐ ഓർ പിങ്ക് ഐസ് എന്നും പറയാറുണ്ട്. അപ്പോൾ EYES പിങ്ക് ഐ ഓർ പിങ്ക് ഐസ്. ഫോർത്ത് വേർഡിലേക്ക് പോകാം. ഷിവറിങ്. ഷിവറിങ് പേഷ്യൻറ്റിന് ഉണ്ടാകുന്നൊരു കണ്ടീഷനാണ്. ഐ വാസ് ഷിവറിങ് ലൈക്ക് എനിത്തിങ് എന്ന് പറയും. അപ്പോൾ അത് ഒരു സിംറ്റമാണ് പേഷ്യൻറ്റിന് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഐ എക്സ്പീരിയൻസ് ഷിവറിങ്. സോ ഷിവറിങ്ങിൻ്റെ സ്പെല്ലിങ്ങിലേക്ക് പോകാം. SHIVERING ഷിവറിങ്. ഓക്കെ, നമ്മുടെ ഫിഫ്ത്ത് വേർഡ് ഗ്യാസ്ട്രിക് ബൈപ്പാസ് ആണ്. ഗ്യാസ്ട്രിക് ബൈപ്പാസ് ഒരു പ്രൊസീജിയറാണ്. ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്നതോ ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരിക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഗ്യാസ്ട്രിക് ബൈപ്പാസ്. സ്പെല്ലിംഗ് ഞാൻ പറയാം. GASTRIC ഗ്യാസ്ട്രിക് ബൈപ്പാസ് BYPASS ഗ്യാസ്ട്രിക് ബൈപ്പാസ്. നമ്മുടെ 5 വേർഡ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് 6th വേർഡിലേക്ക് പോവുകയാണ്. പ്രോഗ്രാമർ. ഈ പ്രോഗ്രാമറിൻ്റെ എപ്പോഴും നമ്മൾക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ സ്പെല്ലിങ്ങിൽ 2 M ഉണ്ടോ 1 M ഉണ്ടോ എന്നുള്ളതായിരിക്കും. അതാണ് പ്രോഗ്രാമർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മാർക്ക് പോകുന്നത്. വളരെ കോമൺ ആയിട്ട് എപ്പോഴും നമ്മൾക്ക് ചോദിക്കുന്ന ഒരു വാക്കാണ് പ്രോഗ്രാമർ. നമുക്കിത് ആൻസർ കേട്ടാലും സ്പെല്ലിംഗ് എറർ ആയതുകൊണ്ടായിരിക്കും നമ്മുടെ മാർക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് ഒന്ന് നോക്കാം. പ്രോഗ്രാമർ PROGRAMMER പ്രോഗ്രാമർ. നമ്മുടെ 6th വേർഡാണ് പ്രോഗ്രാമർ. സോ നിങ്ങൾക്ക് പ്രോഗ്രാമർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. 7th വേർഡാണ് എക്സീമ. എക്സീമ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ സ്പെല്ലിംഗ് എറർ ആവുന്നതുകൊണ്ടാണ് നമ്മുടെ മാർക്ക് പോകുന്നത്. എക്സീമയുടെ സ്പെല്ലിംഗ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. S അല്ല Z ആണ്. ECZEMA എക്സീമ ഒരു കണ്ടീഷനാണത്. അപ്പോൾ പേഷ്യൻ്റെ ഒരു കണ്ടീഷൻ മിക്കവാറും കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ വരുമ്പോഴുള്ള ഒരു കണ്ടീഷനാണ് എക്സീമ. അല്ലെങ്കിൽ അഡൽട്ടാണ് സംസാരിക്കണമെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് എക്സീമ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാക്ക് വരുമ്പോഴാണ് നമ്മൾ എക്സീമ യൂസ് ചെയ്യുന്നത്. സോ അവർ 7th വേർഡ് ഈസ് എക്സീമ. 8th വേർഡിലേക്ക് നമുക്ക് പോകാം. ജഡ്ജ് ഡിസ്റ്റൻസ്. JUDGE ഡിസ്റ്റൻസ് DISTANCE.
ഈ ഡിസ്റ്റൻസ് അല്ലാതെയും ചോദിക്കാനുണ്ട്. ഡിസ്റ്റൻസ് മാത്രമായിട്ടും ഡിസ്റ്റൻസ് ചോദിക്കുന്ന ഒരു വാക്കാണ്. സോ നമ്മുടെ 8th വേർഡ് ഈസ് ഡിസ്റ്റൻസ്. ജഡ്ജ് ഡിസ്റ്റൻസ്. 9th വേർഡിലേക്ക് നമുക്ക് പോകാം. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അതും ഒരു ഡയഗ്നോസിസ് മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന ഒന്നാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. സോ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൻ്റെ സ്പെല്ലിങ്ങിലോട്ട് പോകാം. MULTIPLE മൾട്ടിപ്പിൾ, SELEROSIS മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. നെക്സ്റ്റ് 10th വേർഡാണ് ന്യൂമോണിയ. ന്യൂമോണിയ എപ്പോഴും ചോദിക്കുന്നതാണ്. ആ പി ആണ് അവിടെ സൈലൻ്റ് ആണ്. ആ പിയിലാണ് നമ്മുടെ സ്പെല്ലിംഗ് പോകുന്നത്. PNEUMONIA ന്യൂമോണിയ. സോ നമ്മുടെ 10 വേർഡ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ബുക്കിൽ എഴുതുക, ബുക്കിൽ എഴുതിയിട്ട് പഠിക്കുക, അത് മറക്കരുത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്. ലിസണിങ് ഡെയിലി ചെയ്യുക, എസ്പെഷ്യലി എ പാർട്ട് ചെയ്യുക. ഒരു ദിവസം ചെയ്യാതെ പോയാൽ സ്കോർ അതുപോലെ തന്നെ ഡൗൺ ആവും. ലിസണിങ്ങിന് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മനസ്സിലാക്കി വായിച്ച് ചെയ്യുക, കേട്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ നമുക്കുള്ളൂ. എത്രത്തോളം ലിസണിങ് ചെയ്യാമോ അത്രത്തോളം ചെയ്യുക. അതിൽ എ പാർട്ടിൽ നിന്നും മാക്സിമം ഔട്ട് ഓഫ് 24 നമ്മൾ 22 സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലിസണിങ് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് ലിസണിങ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ അഡ്മിഷൻസിന് നിങ്ങൾ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്. സോ അഡ്മിഷൻ ആർക്കെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. 4 മൊഡ്യൂൾസും അവൈലബിൾ ആണ്, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.